ഹല്ലേലൂയ. പ്രിയരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 12-ാം വാക്യത്തിലൂടെ ഇപ്രകാരം വിളിച്ചു പറയുന്നു: ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. പ്രതിസന്ധികളുടെ നടുവിൽ നമ്മെ തനിച്ചാക്കി കടന്നു പോകുന്ന ഒരു ദൈവത്തെ അല്ല നാം വിളിച്ചപേക്ഷിക്കുന്നത്. പകരം ഏത് സാഹചര്യത്തിലും നമ്മോട് കൂടെ നിന്ന് അവിടെ നിന്ന് കരം പിടിച്ചുയർത്തി മുൻപോട്ട് നടത്തുവാനും അന്ത്യത്തോളം സൂക്ഷിപ്പാനും ശക്തനായൊരു ദൈവത്തെയാണ് നാം ആശ്രയം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ നിമിഷവും നാം വിശ്വാസത്തോടെ സഞ്ചരിക്കുവാനിടയാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള 3 ദിവസങ്ങൾ ക്രിസ്തു ശിഷ്യന്മാരുടെ ജീവിതത്തിലെ ഏറ്റവും ഭീതിജനകമായ നിമിഷങ്ങളായിരുന്നു. കാരണം അവരുടെ സകല സാധ്യതകളും അവിടെ അസ്തമിച്ചു കഴിഞ്ഞു. അവർക്ക് നായകനായി ഉണ്ടായിരുന്ന കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട് കല്ലറയിൽ അടക്കപ്പെട്ടിരിക്കുന്നു. മുൻപോട്ട് എങ്ങനെ സഞ്ചരിക്കണമെന്നറിയത്തില്ല. അവരുടെ സകല ജീവനോപാധികളും ഉപേക്ഷിച്ചിട്ടാണ് അവർ ക്രിസ്തുവിനെ പിൻപറ്റിയത്. മാത്രമല്ല, ആ സമൂഹം മുഴുവൻ അവരെ ഒന്നടങ്കം നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു കാണും: ക്രിസ്തുവിൻ്റെ കാലഘട്ടം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ക്രിസ്തു ശിഷ്യന്മാർക്ക് മുൻപോട്ട് സഞ്ചരിക്കുവാൻ സാധ്യമല്ല. അവരുടെ സകല സാധ്യതകളും അസ്തമിച്ചു കഴിഞ്ഞു. എന്നാൽ ആ സമൂഹത്തിൻ്റെയും ക്രിസ്തു ശിഷ്യന്മാരുടെയും ചിന്തകളെയും അനുമാനങ്ങളെയും തെറ്റിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു കാവലായി നിന്ന റോമൻ പടയാളികളെയും സാക്ഷിയായി നിന്ന റോമൻ ഇമ്പീരിയൽ മുദ്രയെയും തടസ്സമായും ബന്ധനമായി നിന്ന കല്ലറയുടെ അവസ്ഥയും ഭേദിച്ചുകൊണ്ട് 3-ാം നാൾ മരണത്തെ ജയിച്ച് ജയാളിയായി ഹല്ലേലൂയ ഉയർത്തെഴുന്നേൽക്കുന്നു. മാത്രമല്ല, അതിനുശേഷം 40 ദിവസത്തോളം ക്രിസ്തു ശിഷ്യന്മാരോടുകൂടെ നിന്ന് ഹല്ലേലൂയ അവരെ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ പഠിപ്പിക്കുകയും പിന്നീട് അവർ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുകയും ചെയ്യുന്നു. അവരെ പിന്നീട് ലോകം വിളിച്ചത് ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ എന്നാണ്. പ്രിയരെ, ഒരു സമയത്ത് ശിഷ്യന്മാർ ചിന്തിച്ചു തങ്ങളുടെ സാധ്യതകളെല്ലാം അസ്തമിച്ചു എന്ന്. എന്നാൽ അവിടെയും കൈവിടാതെ ഓരോ നിമിഷവും ആ സാഹചര്യത്തിൽ മാത്രമല്ല, അവരുടെ മുൻപോട്ടുള്ള സകല യാത്രകളിലും കർത്താവായ ദൈവം അവരോടൊപ്പം ഉണ്ടായിരുന്നു. അത്ഭുതങ്ങളായി, അടയാളങ്ങളായി, ഹല്ലേലൂയ, സാധ്യതകളില്ലാത്തടത്ത് സാധ്യതകളായൊക്കെ ദൈവപ്രവൃത്തി അവർ കാണുവാനും ചെയ്യുവാനും ഇടയായി തീർന്നു. പ്രിയരെ, നമ്മുടെ ജീവിത സാഹചര്യത്തിന് മുൻപിൽ ഒരുപക്ഷെ നാം ദൈവത്തോട് ചോദിക്കാൻ ഇടയായിത്തീരും: കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്താണ് ഇതൊക്കെ? എന്നാൽ ഹല്ലേലൂയ, നാം ഉറച്ചു വിശ്വസിക്കുക, ഏതു പ്രതിസന്ധിയായാലും ഏതു പ്രതികൂലമായാലും അതിൽ നിന്ന് നമ്മെ പുറത്തെടുക്കുവാനും മുൻപോട്ട് നടത്തുവാനും കർത്താവിന് കഴിയും. വിശ്വാസത്തോടെ സഞ്ചരിക്കുവാനിടയായി തീരട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ആമേൻ.